ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. ഐ വോക്ക് അപ്പ് അറ്റ് 5:15. അലൻ ഇപ്പോൾ പോകണമല്ലോ 5:30 ആകുമ്പോഴത്തേക്ക്. നമുക്ക് സ്മൂത്തിയും എഗ്ഗും ഒക്കെ ഉണ്ടാക്കാം. കുലസ്ത്രീ ഇഷ്യൂ അതിൻ്റെ ഹൈപ്പിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ലാസ്റ്റ് വീഡിയോ പറ്റി ഞാൻ വീണ്ടും ഇലാബറേറ്റ് ചെയ്യുകയല്ല. ഫ്രം മൈ പാർട്ട്, വൈ ഐ ആം ഡൂയിങ് ദിസ് ഇസ് ബിക്കോസ് 5:30 അലൻ ഇറങ്ങണം. 5:30 ഐ ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ടു ബെഡ്. ഇക്വാലിറ്റി അതങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാത്തത് ഇറ്റ് ഈസ് ബിക്കോസ് ഹീ ഈസ് നോട്ട് ഡൂയിങ് എ വ്ലോഗ്. ഞാൻ എൻ്റെ വ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഞാൻ പണിയെടുക്കുന്നതല്ലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് അതർ പേഴ്സൺ ഇസ് ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് റിലാക്സിങ്. ആൻഡ് വൺ ഓഫ് ദ കമൻറ്റ് വാസ്, ഇതൊക്കെ ജെൻഡർ ന്യൂട്രൽ ജോബ്സ് ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല എങ്കിൽ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് റോങ് ആണെന്ന്. ഇതൊക്കെ പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ട പണിയാണെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത്? അതങ്ങനെയല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഐ ആം യൂസിങ് ദ വേർഡ് ഹോം മേക്കർ, നോട്ട് ഹൗസ് വൈഫ്. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഹൗസ് ഹസ്ബൻഡ് ആണെന്ന് പറയുന്ന ഒരു പുള്ളിക്ക് നേരെ വരുന്ന നെഗറ്റീവ് കമൻസും ഹേറ്റ്രഡും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ദറ്റ് ഈസ് സംതിങ് വി ഷുഡ് കൺസിഡർ ആസ് പ്രോബ്ലമാറ്റിക്. അല്ലാതെ ഈ വ്ലോഗ്സ് അല്ല പ്രശ്നം. ഒരാണിതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവിടെ കിടന്ന് അലമുറയിടുന്ന ആൾക്കാർ, അവരാണ് പ്രശ്നക്കാർ. ഇനി ഒരു പെണ്ണ് ചെയ്യുന്നത് കൊണ്ട് ഇതൊന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവർ പ്രശ്നക്കാർ തന്നെയാണ്. ആര് എന്ത് ചെയ്താലും ദീസ് ആർ ജസ്റ്റ് വെരി ബേസിക് തിങ്സ്. അത് മാത്രമല്ല, കിച്ചൺ അത് ഒരു ഫാമിലിയുടെ, ഒരു ഹൗസ് ഹോൾഡിൻ്റെ കോറാണ്. ഇനിയിപ്പോൾ അടുക്കള മാത്രമാണ് ഫാമിലിയുടെ ഏറ്റവും വലിയ കാര്യമൊന്നും ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് വരണ്ട. വാട്ട് ഐ മെൻറ്റ് ഇസ് ദാറ്റ് ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക, ദ ഡൈനിങ് ഹാൾ, ദ മൊമെൻറ്റ്സ് യു ഹാവ്, ദ മൊമെൻറ്റ്സ് യു എൻജോയ് വിത്ത് എ കോഫി കപ്പ്, അതൊക്കെ ഉണ്ടല്ലോ. ദോസ് ആർ തിങ്സ് വർത്ത് സെലിബ്രേറ്റിംഗ്. അത് വ്ലോഗായിട്ട് കാണിക്കുന്നതിലെ പ്രശ്നം എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് കിട്ടുന്നില്ല. എന്താണ് നിങ്ങളൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന്. അതിപ്പം എൻ്റെ കാര്യമായതുകൊണ്ട് ഞാനിത് പേഴ്സണലായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്കിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വിടാൻ പറ്റത്തില്ല. ഐ വിൽ കീപ്പ്. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ബ്ലാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, ഒരു ബർത്ത്ഡേ, ഒരു ഗെറ്റ് ടുഗെദർ, വൈ ഡു യു ഓൾ സിറ്റ് ആൻഡ് ഈറ്റ്? ബിക്കോസ് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് എന്തോ കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ടാണല്ലോ അത്. ആ ടോപ്പിക്ക് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ ഇൻസൈഡ് എ ഫാമിലി സെറ്റപ്പ്, രണ്ട് കപ്പിൾസിൻ്റെ ഇടയിൽ ഇറ്റ് ഷുഡ് ബി അപ് ടു ദെം. ഹസ്ബൻഡ് ഹോം മേക്കറായിട്ടിരിക്കണോ, വൈഫ് ഹോം മേക്കറായിട്ടിരിക്കണോ എന്നുള്ളത്. വൈഫ് ഹോം മേക്കറായിരിക്കുന്നത് കൊണ്ട് അടിമയാണെന്നും ഹസ്ബൻഡ് ഹോം മേക്കറായിരിക്കുന്നത് കൊണ്ട് അടിമയാണെന്നും പറയുന്നത് ഇറ്റ്സ് അട്ടർ റബിഷ്. അപ്പോൾ എൻ്റെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. രാവിലെ പോയി പല്ലൊക്കെ തേച്ചിട്ട് നമുക്ക് കോഫിക്കുള്ള വെള്ളം വയ്ക്കാം. ബോട്ടിൽ സ്റ്റെറിലൈസേഷനും കോഫിക്കായിട്ടുള്ള വെള്ളം വയ്ക്കുന്നുണ്ട്. കുക്കു സാറിൻ്റെ ആൻറ്റിബയോട്ടിക്സ് തീർന്നിട്ടില്ല, അതുകൊണ്ട് ഇന്നും കൂടെ ഞാൻ അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ല. നാളെ സ്കൂളിൽ പോകണമെങ്കിൽ നാളെ രാവിലെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസേജ് തീരും. അപ്പോൾ രാവിലത്തെ മരുന്നും കൊടുത്തിട്ട് നാളെ എങ്ങനെയെങ്കിലും സ്കൂളിൽ പോകാനാണ് എൻ്റെ പ്ലാൻ. ഇന്നൊരു ദിവസം കൂടെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. നിലു ആണെങ്കിൽ അവൻ്റെ അടുത്തൊന്നും മാറുന്നുമില്ല. ഇനി താമസിയാതെ മിക്കവാറും നിലുവിനായിരിക്കും അടുത്ത പനി വരാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലും ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് പനി അക്കമ്പനീഡ് വിത്ത് ഛർദിൽ. എനിക്ക് തോന്നുന്നത്, വൺ ഓഫ് മൈ ഗസ്സസ് ഇസ് ദാറ്റ് നമ്മുടെ ഇവിടെ പൈപ്പ് ലൈനിൽ, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല, ഒരു 3-4 ദിവസം വെള്ളം വരില്ല. പിന്നെ വെള്ളം വരുന്ന ദിവസം അത് ഭയങ്കര ഒരു ചെളിവെള്ളം പോലെ മടിയായിട്ടാണ് വരുന്നത്. നമ്മുടെ ലൈൻ പൈപ്പിൻ്റെ ടാങ്ക് ഇവിടെ മണ്ണിലിറക്കി വെച്ചിരിക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് എനിക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ കലങ്ങിയ വെള്ളമാണ് വരുന്നത്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ലൈനിൽ നമ്മുടെ തീരദേശം റോഡിലുള്ള പല വീട്ടിലെ കുട്ടികളും സ്കൂളിൽ വരുന്നില്ല. എല്ലാവരുടെയും ഇഷ്യൂ പനിയും ഛർദിലും തന്നെയാണ്. ഇനി വെള്ളത്തിൻ്റെതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഗസ്. പയറാണ് ഞാൻ ഇന്നലെ കുതിർത്തി വെച്ചിട്ട് ഇപ്പോൾ ആ കുക്കറിലേക്ക് ഇട്ടത്. നമ്മുടെ രാജ്മ എന്നും പറഞ്ഞ് ഞാൻ പോയി മാറി വാങ്ങിച്ച വൻപയറാണത്. ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ. അതിൽ പയർ വെന്ത് കിട്ടും. ഓവർനൈറ്റ് കുതിർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട്. കുറച്ച് നേരം കുതിർത്തിയൊക്കെ വെച്ചിട്ടിടുന്നതാണെങ്കിൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലൊക്കെ മതിയാവും. പാത്രങ്ങളൊക്കെ കെട്ടിപ്പറക്കി വെച്ചിട്ട് പിള്ളേർക്കുള്ള പാലും കൂടെ എടുത്തു. അമ്മ എണീറ്റിട്ടില്ല കേട്ടോ, കുറച്ച് നേരം കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ചാനലിൽ പ്രോപ്പറായിട്ട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് പറയാമല്ലോ, കുക്കുവിൻ്റെ ആ വയ്യായികയെല്ലാമായിട്ട് എന്തോ എനിക്ക് ഓരോ കാര്യങ്ങൾ വീതം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതങ്ങോട്ട് കറക്റ്റ് ഓർഡറിലാക്കാത്ത. ഇപ്പോൾ ഞാൻ പറയുന്നു, എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് ലോങ് വീഡിയോ ഉണ്ടാവും. ഈ ഇടയ്ക്ക് വരുന്ന ഒരു ദിവസം 2 ഷോർട്സ് വീതം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊന്ന് മോർണിംഗ് റുട്ടീനോ അല്ലെങ്കിൽ ഒരു ലഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഓഡിയോ ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൺഡേയിലത്തെ എൻ്റെ പരിപാടികളൊക്കെ തീർത്തിട്ടാണ്. കാക്കയുടെ കരച്ചിൽ നല്ലപോലെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ കുക്കർ വിസിലടിക്കുന്നത് ലൈവ് ഓഡിയോ ആയിരുന്നു. ആ ടൈമിൽ തന്നെ
അതായത് ആ വീഡിയോയിൽ തന്നെ ഉള്ള ഓടിയാണ്. ആ കരഞ്ഞ കാക്കയും ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാക്കയും ഒക്കെ ഒന്നാണെന്നാണ് തോന്നുന്നത്. എന്തൊരു സിംഗിലാന്ന് നോക്കി അതങ്ങോട്ട് പോകുന്നത്. രാവിലെ ഒരു ഷോർട്സിന് ഓഡിയോ കൊടുക്കാൻ നിന്നിട്ട് ഞാൻ പെട്ടുപോയി. അത്രത്തോളം കാക്കയുടെ ബഹളമായിരുന്നു ഇവിടെ. അസംബ്ലി എങ്ങാണ്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ. അടുത്ത ഒരാഴ്ചത്തെ പ്ലാനിങ് ആയിരിക്കും അവർ. അങ്ങനെ ദേ നമ്മുടെ കോഫി റെഡിയായി, പയറ് വെന്തു. അത് ഞാൻ ഇനി കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ടേ എടുക്കുന്നുള്ളൂ. നമുക്ക് ഇന്നത്തെ KOTV കാണണ്ടേ, കടൽ ഓഫ് ദ ഡേ. തേപ്പൂട്ടി ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വായി നോക്കാൻ പോവാം. കമാൺ. ഞാൻ ഈ പെട്ടെന്ന് കോഫി കുടിച്ച് കഴിയുന്നൊന്നുമല്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് തേപ്പൂട്ടി നല്ല പഴുത്തിരിക്കും കേട്ടോ. പിന്നെ ഈ അയൺ ബോക്സ് ഇത് ചേച്ചി തന്നതാണ്. അതിങ്ങനെ അധികം ഹീറ്റ് ആവില്ല, അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓഫാവും. അപ്പോൾ തുണി അതുകൊണ്ട് കരിയത്തില്ല. ഇതുവരെ കരിഞ്ഞിട്ടില്ല. ഇന്നലെ ഒരാൾ നേരെ ഇല്ലാത്ത നേരത്തെ ഇവിടെ വിരിച്ചിട്ട് പോയതാണ് കേട്ടോ. അത്യാവശ്യം വാഷിംഗ് മെഷീനിൽ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് നിരത്തി ഇട്ടേച്ചും പോയി. ഇന്നലെ 2-3 ബുക്കിംഗ് ഉണ്ടായിരുന്നു തോന്നുന്നു. വന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങോട്ട് മേലേക്ക് വന്നതേ ഇല്ല. ഈ സാറ്റർഡേ നൈറ്റ് ഉറങ്ങാതിരുന്നതിൻ്റെ മുഴുവൻ ക്ഷീണവും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തിങ്കളാഴ്ച മുഴുവൻ ഉറങ്ങി അങ്ങ് തീർക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് തേക്കാൻ വന്നപ്പോൾ ഞാൻ ഇത് കണ്ടിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് എല്ലാം കൂടെ അടുക്കി പറക്കി ഇട്ടേക്കാമെന്ന് കരുതി. 2-3 എണ്ണം അവിടെ ബിന്നിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് താഴേക്ക് പോവാണ്. ഇനി നമുക്ക് പയറൊന്ന് ഉലർത്തിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 2-3 കുറച്ചധികം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഒരു സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് കഴിഞ്ഞാൽ പയർ ഉലർത്തുന്നതിനോ ഉപ്പേരിന്നോ മെഴുക്കുവരട്ടിന്നോ ഒക്കെ പറയാം. ഇതിനൊരു മിക്സ്ചറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ചുമ്മാതിരുന്ന് നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് ഒരു രുചി പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ വെളുത്തുള്ളിയും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ല കേട്ടോ. ചെറിയുള്ളി മേടിക്കണമെന്ന് വിചാരിച്ചിട്ടേ നമ്മുടെ ഇവിടുത്തെ കുക്കുവിൻ്റെ സെൻസങ്കിളിൻ്റെ കട സെൻസങ്കിൾ വിട്ടിട്ട് പോയി. ഇപ്പോൾ ആ കട വേറെ ആരോ എടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അത് ഓപ്പൺ ആയിട്ടില്ല ഇതുവരെ. അപ്പം നമുക്ക് അടുത്ത് അവൈലബിൾ ആയിരുന്ന സാധനം ഇല്ല. അപ്പം അമ്മ കുറച്ച് അപ്പുറം വരെ ഇനി നടന്നു പോകണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ചെറുള്ളി വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മേടിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് പ്രൊവിഷനിൽ പോയി മേടിക്കാമെന്നാണ് കരുതുന്നത്. ഈ മന്ത് ഇങ്ങനെ അങ്ങ് തള്ളി എങ്ങനെയെങ്കിലും തീർത്ത് വിടാമെന്ന് വിചാരിച്ചു. ക്രിസ്മസും പെരുന്നാളും ആനിവേഴ്സറിയൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിക്കേണ്ടതൊക്കെ പിടിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ ബഡ്ജറ്റൊക്കെ നോക്കി ആയിട്ട് നെക്സ്റ്റ് ലാവിഷായിട്ട് ഇനി പ്രൊവിഷൻ എടുക്കാമെന്ന് കരുതി. അതുവരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. കടുകില്ലായിരുന്നു, അതുകൊണ്ടാണ് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഡയറക്റ്റായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ടത്. അതൊന്ന് നല്ല രീതിക്ക് മുരിഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ കാണുമ്പോഴേക്ക് ഫെബ്രുവരിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഞാനിത് ജാനുവരി ഒരു ലാസ്റ്റ് വീക്കിൻ്റെ കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞത്. പാരമീൻ അരപ്പ് പുരട്ടിയിരിക്കുന്നുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കാം. ഇത്രയും ടൈം കൊണ്ട് നമ്മുടെ വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. അതിലേക്ക് പൊടികളായിട്ട് ഞാൻ മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചിക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കും എന്നെപ്പോലെ കളർ ഇത്തിരി തോനെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയാൽ മതി. ഈ വെള്ളം നമ്മൾ തുറന്ന് വെച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങ് വറ്റിക്കോളും. കുറച്ച് നേരം ആ മസാല പിടിക്കാനായിട്ട് അത് തുറന്നിരിക്കണം. വേണ്ടാന്ന് വയ്ക്കുമ്പോൾ വീണ്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയുടെ കണ്ടൻറ്റ് മനസ്സിലാവാതെ വീഡിയോ ചെയ്യാൻ നിൽക്കരുതെന്ന്. അതായത് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർഡായിട്ട് ആ ആൾക്കും വീട്ടിലെ ജോലി ചെയ്ത് വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നു എന്ന്. അതിൻ്റെ അകത്ത് വീട്ടിലെ ജോലി ചെയ്തിട്ട് അതൊരു ഏർണിംഗ് ആക്കി ഇതിന് ഒരു ചാനൽ മോണിറ്റൈസ് ആക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു, മോണിറ്റൈസ് ആക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര വരുമാനം വരുന്നുണ്ട്, ആദ്യ പേയ്മെൻറ്റ് ഇത്രയായിരുന്നു, മന്ത്ലി ഇത്ര ഏൺ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കേട്ട് ഇൻസ്പയർഡ് ആവുന്നില്ല. പകരം കിച്ചൺ ജോലി കണ്ട് ഇൻസ്പയർഡ് ആവുന്നതാണെങ്കിൽ അതൊരു ഹ്യൂമൻ നേച്ചർ തന്നെയാണ്. ഇപ്പോൾ ഒരാൾ കുറച്ച് നേരം ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ കുറേ നേരം പാടത്തിരിക്കുന്നതും ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കുന്നത് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നാൽ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. ബട്ട് നമ്മുടെ റിയാലിറ്റി നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതവർക്ക് ഏണിംഗ് ആണെന്നുള്ളത് അവരെല്ലാം അക്നോളജ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് ഏൺ ചെയ്യേണ്ട പകരം കുക്ക് ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് പോയിൻറ്റ്ലെസ്. ഇപ്പോൾ വെന്ത് ചത്തേനെ. ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്യുന്ന കാര്യം മറന്നുപോയി കേട്ടോ. നമുക്ക് മുന്നിൽ നമ്മളെ ഗുഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് ഏത് വേണം എന്നുള്ളത്, അല്ലേ? മീറ്റ് കഴിക്കാത്ത ഒരാൾ ഞാൻ നോൺ വെജ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് പരാതി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
നോൺ വെജ് ഉണ്ടാക്കുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോൺ വെജ് കഴിക്കുന്നവർക്ക് സകല റൈറ്റ്സും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ടി വിയിലും ഫിലിമിലും ഒക്കെ ഉണ്ട്. എത്ര ഫിലിമിലാണ് ഒരു ഹോം മേക്കറിനെ ഗ്ലോറിഫൈ ചെയ്ത് വെറുതെ ഒരു ഭാര്യ, അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. ഇതൊന്നും കണ്ടിട്ട് എല്ലാവർക്കും അയാളാണെന്ന് തോന്നുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ ഫിലിമിൻ്റെ എല്ലാം എൻഡിൽ അവർ പറഞ്ഞു വെക്കുന്നത് യു നീഡ് ടു ഫൈൻഡ് യുവർ സ്പേസ്, യു നീഡ് ടു ഏൺ. അതിനൊരു ഓപ്ഷൻ ഇല്ലാതാവുന്ന ആൾക്കാർ, അതായത് പുറത്തു പോകാൻ തൽക്കാലം കുഞ്ഞിനെ നോക്കാനായിട്ട് ചിലപ്പോൾ വേറൊരാളില്ലാത്ത ആളായിരിക്കും വീട്ടിലിരിക്കാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ വീട്ടിലിരിക്കുന്ന ആൾ ഏൺ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഷുഡ് ബി യുവർ ഇൻസ്പിറേഷൻ, നോട്ട് ടു സിറ്റ് അറ്റ് ഹോം സിംപ്ലി. പിന്നെ ഈ പറയുന്നത് പോലെ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതും ഇറ്റ്സ് അപ് ടു ദ പേഴ്സൺ. നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് കാണിച്ചിട്ട് ഇതിൻ്റെ ഈ വശം മാത്രം കാണുമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും അവർ കാണത്തില്ല. അവർ ഏത് പോയിൻ്റ് ഓഫ് ഏത് ആംഗിളിൽ നിന്നത് വ്യൂ ചെയ്യുന്നോ അത് തന്നെയായിരിക്കും അവരുടെ ശരി. എൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഞാൻ അതിനെ ഏത് ആംഗിളിൽ കാണുന്നു അത് തന്നെയായിരിക്കും എൻ്റെ ശരി. ഇനി പ്രൊമോഷൻസ് ചെയ്യുന്നതാണ് വിഷയമെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നോർമലായിട്ടുള്ള വ്ളോഗ്സ് കണ്ടുകൊണ്ടിരുന്നവർക്ക് അത് ഫുള്ള് പ്രൊമോഷൻ ആകുമ്പോൾ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവത്തില്ല. ഒരു പരസ്യത്തിൻ്റെ ഫുള്ളൊരു പരസ്യമയം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സാധനമാണ് അഡ്വർടൈസ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഓൾസോ നാച്ചുറൽ. നമുക്ക് ആ പരസ്യം അങ്ങനെ എല്ലാം പരസ്യം കാണാൻ നമ്മൾ ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. ഓരോ ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് തന്നെയാണ് അവരുടെ ഓരോ ചാനലിനും ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് ആ കണ്ടൻറ് ക്രിയേറ്ററും അതിൻ്റെ വ്യൂവേഴ്സും ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസിൽ ദേ വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. അവരിൽ ആര് വീട് നോക്കണം എന്ന് അവർ ഡിസൈഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഇത് ഡിസൈഡ് ചെയ്യേണ്ടതും ദാറ്റ് കണ്ടൻറ് ക്രിയേറ്റർ ആൻഡ് ഹർ വ്യൂവേഴ്സാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ എൻ്റെ പണികൾ തുടങ്ങി. കോമ്പോസിഷനാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തത് കേട്ടോ. എനിക്കിന്ന് ഉച്ച കഴിഞ്ഞിട്ടേ ക്ലാസ്സസ് ഉള്ളൂ. ഈ ടേമിലേക്കുള്ള കോമ്പോസിഷൻസ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോൾ വീട്ടിൽ ലഞ്ച് കഴിക്കാനായിട്ട് എത്തി. പയറ് രാവിലെ അങ്ങനെ ചെയ്തതിന് തന്നെ ഒരു ഉദ്ദേശമുള്ളത്, കുക്കുവിന് ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവന് ആൻറ്റിബയോട്ടിക്സ് തീരുന്നത് വരെ വയറ്റിനധികം എന്താ പറയുക, വയർ ഒരുപാട് പ്രോസസ്സ് ചെയ്യാൻ പാടില്ല, പണി കൊടുക്കാൻ പാടില്ല, ലൈറ്റായിട്ടുള്ള ഫുഡേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കഞ്ഞി ആക്കാമെന്ന് കരുതിയിട്ടാണ് പയറങ്ങ് ചെയ്തത്. അപ്പോൾ മീൻകറി ഉണ്ട്, അമ്മ ഉണ്ടാക്കിയ മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ ചോറ് വേണ്ടവർക്ക് മീൻകറിയും പയറുമായിട്ടൊക്കെ കഴിക്കാം. രാവിലെ ആ ബ്രെഡൊക്കെ കൊടുത്തപ്പോൾ തന്നെ ആൾ ഒരുമാതിരി അപ്സെറ്റായിരുന്നു കേട്ടോ. ഞാനിനി എത്ര ദിവസം ഇങ്ങനെ ബിസ്ക്കറ്റും ബ്രെഡും കഞ്ഞിയൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ ചോറ് എടുക്കുന്നത് കണ്ടിട്ട് അവനത് ഫീൽ ചെയ്യണ്ടെന്ന് കരുതി ഞാനും കഞ്ഞി തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ പോകുമ്പോഴത്തേക്ക് അമ്മ ചോറാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഇതേ ചൂടോടെ അടച്ചിട്ടേക്കുന്നു. അപ്പോൾ നല്ല ചൂട് കഞ്ഞിവെള്ളമുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഞ്ഞി സെറ്റ് ചെയ്ത് മീൻ വറുത്തതും എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോവാണ്. ഇനി ചെന്നിട്ടാണ് എനിക്ക് ക്ലാസ്സസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി അവിടെ ബെല്ലിന് മുമ്പേ ചെന്നെത്താനായിട്ട്. കോമ്പോസിഷൻ ഞാൻ സെറ്റ് ചെയ്തത് ലെറ്റർ റൈറ്റിങ്ങും പോസ്റ്റ് കാർഡ് റൈറ്റിങ്ങും പിന്നെ സ്കൂൾ ട്രിപ്പിനെ കുറിച്ച് പറയാനും കൂടിയിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സെൻറ്റൻസസ് ഒന്നും കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടില്ല. ബട്ട് ഐ ഹാവ് എ റഫ് ഐഡിയ. അപ്പോൾ അത് അവരെ കൊണ്ട് പറയിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എഴുതിക്കുന്നത്. അവരല്ലേ ട്രിപ്പ് പോയത്, അപ്പോൾ അവർ തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങനെ ആ സെൻറ്റൻസസ് അവരെ കൊണ്ട് എഴുതിക്കാമെന്ന് കരുതി. ഇതിനിടയിൽ ഒരാളുടെ ബാഗും ബോക്സും ഒക്കെ കൂടെ താഴെ വീണ് പോയി കേട്ടോ. അതിനായിരുന്നു ആ ചിരിയൊക്കെ. അങ്ങനെ അവരെ കൊണ്ട് തന്നെ ഞാനൊരു 7 to 8 സെൻറ്റൻസസ് പറയിച്ചു. എന്നിട്ട് ആ സെൻറ്റൻസസ് തന്നെയാണ് ഇപ്പോൾ ബോർഡിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഞാൻ അവരോട് തന്നെ ചോദിക്കും വാട്ട് ഡിഡ് യു ഡു നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ അവർ തന്നെ അതിനുള്ള ക്ലൂസ് എനിക്ക് തരും. അത് പിന്നെ ഞങ്ങളൊരു സെൻറ്റൻസ് ആക്കിയിട്ട് ബോർഡിലേക്ക് എഴുതും. ആ ഇരിക്കുന്ന ബുക്കിൽ നമ്മൾ ക്ലാസ് വർക്കും ഹോം വർക്കും നോട്ട് ചെയ്യും. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് അതൊരു ഫോട്ടോ എടുത്ത് അയക്കും. ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് വർക്ക്, ഇതായിരുന്നു ഇന്നത്തെ ഹോം വർക്ക് എന്ന് വീട്ടിലുള്ളവർ അറിയാനായിട്ട്. ലാസ്റ്റ് പീരീഡ് 3rd സ്റ്റാൻഡേർഡിനെ ഡ്രിൽ പീരീഡിനായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടി തന്നെ അവർക്ക് സ്പീക്കിംഗ് പ്രാക്ടീസും നടക്കും. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അവർ ഗ്രൗണ്ടിൽ നിൽക്കണമെങ്കിൽ ദേ ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ആ പൊട്ട വെയിലത്താണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. ഒരു 3:30 ആയിട്ടുണ്ടാവും. ഇവിടെ നമുക്കിനിപ്പോൾ സൺസെറ്റ് ആവുന്നത് വരെ നല്ല വെയിൽ തന്നെ ആയിരിക്കും കേട്ടോ. വന്നപ്പോൾ കന്നാസും കടലാസും ഒക്കെ നല്ല ഉറക്കം. പിന്നെ അമ്മ പിരിവിനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഞാനൊന്നും കിടന്നപ്പോഴത്തേക്ക് ഡാരൽ പുലിച്ചെറിയുന്ന സൈക്കിളും ചവിട്ടി ഇവിടെ വരെ വന്നേക്കുന്നു. ചോദിച്ചപ്പോൾ മാമിയുടെ നിന്ന് പഴംപൊരി തിന്നാനാണ് വന്നതെന്ന്. അവന് പുതിയ സൈക്കിൾ മേടിച്ചിട്ട് ഒരു ദിവസം മറ്റേ ആയുള്ളൂ. ഇന്നിപ്പോൾ കക്ഷി അവിടുന്ന് ചോക്കോയ്ക്കുള്ള വേസ്റ്റ് മേടിക്കാനാണെന്നും പറഞ്ഞിട്ട് ഈ ചിക്കൻ ലെഗൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവൻ ആ ഒരു ഫ്ലോയിൽ ചവിട്ടി ഇങ്ങെത്തി. ഇവിടെ വന്നിട്ട് ജെൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇവിടെ മാമിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന്.
അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും ചാടിപ്പിടിച്ച് എണീറ്റ് കേട്ടോ. എണീറ്റത് ഡെല്ല എവിടെയെന്നും ചോദിച്ചിട്ടാണ്. കുക്കു സാറിന് ഇപ്പോൾ ഡാരലും മതി, ഫുട്ബോൾ കളിക്കാനായിട്ട് ഒരാളായല്ലോ. പക്ഷെ നിലുവിനാണ് ഇപ്പോൾ ഡെല്ലേനെ വേണ്ടത്. എണീറ്റ് ഉടനെ ഡെല്ല ഇല്ലേ, ഡെല്ല വന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഴംപൊരി ഉണ്ടാക്കാനും കരുതി കിച്ചണിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് അവർ കഴുകിയൊക്കെ വെക്കും കേട്ടോ ഇവിടെ ഉള്ളവർ. പക്ഷെ എന്നെപ്പോലെ ഈ പ്രാന്തില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത്രയും അടുക്കി പറക്കി വെക്കത്തില്ല. എനിക്കാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഒരൊറ്റ സാധനം കാണാൻ പാടില്ല. ആകെപ്പാട് ഇവിടെ ഇത്രയും സ്ഥലമല്ലേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലം മുഴുവൻ എനിക്ക് പോകുന്ന കണക്ക് തോന്നും. കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇരുന്നാലേ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മൂഡ് വരത്തുള്ളൂ. പിന്നെ ഈ വൃത്തിക്ക് കിടക്കുന്നതും അന്നേരവും നമ്മുടെ മൈൻഡും അതുപോലെ അങ്ങോട്ട് ക്ലിയർ ആയി കിട്ടും. കയറി കുളിച്ചിട്ടൊക്കെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കുക്കുവിനും ഡാരലിനും കൂടെ കടപ്പുറത്ത് പോയി ഫുട്ബോൾ കളിക്കണമെന്ന്. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളിത്തിരി ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉപ്പോര് വന്നിങ്ങനെ ദേഹത്തടിക്കും. നമ്മുടെ ഡ്രസ്സിലും മുഖത്തുമൊക്കെ ഭയങ്കര ഉപ്പായിരിക്കും തിരിച്ച് വരുമ്പോൾ. അപ്പോൾ കുളിച്ചിട്ട് പോയിരുന്നാൽ ഇതൊക്കെ മുടിയൊക്കെ ഒരുമാതിരിയായിട്ട് കിരിവിരി എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുളിക്കാമെന്ന്. പിന്നെ ഇവന്മാരുമായിട്ടല്ലേ പോകുന്നത്, മണ്ണ് വാരി പൊത്താനുള്ള സകല ചാൻസസും ഉണ്ട്. അപ്പോൾ അതേ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഇത്തിരി പഞ്ചസാരയും ഇത്തിരി ഉപ്പും കുറച്ച് മൈദമാവും. ഞാനിപ്പോൾ അരിമാവ് ചേർക്കാറില്ല കേട്ടോ. അരിമാവ് ചേർക്കാതെ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ രുചിക്കൊരു വ്യത്യാസം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിങ്ങനെ നിവർന്നിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കാനായിട്ടാണ് ഞാൻ അരിമാവ് ചേർത്തുകൊണ്ടിരുന്നത്, ഇച്ചിരി ക്രഞ്ചിനെസ് വരാനായിട്ട്. പക്ഷേ നല്ലപോലെ എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ടാൽ ആ ക്രഞ്ചിനെസ് നമുക്ക് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇപ്പോൾ അരിമാവ് ചേർക്കത്തില്ല, മൈദ മാത്രം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അവന് പിന്നെ മാവും വേണം. ഇതിൻ്റെ അകത്തുനിന്ന് പൊരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മാവും കൂടെ പൊരിച്ച് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എനിക്കും ആലനും ഉള്ള കട്ടനും കൂടെ വെച്ചു. ആലൻ എത്തിയിട്ടില്ല, 6:30 6:45 ഒക്കെ ആവും. കട്ടൻ ഇട്ട് വെച്ചിട്ട് അവിടെ കടപ്പുറത്തേക്ക് പോകാമല്ലോ. അപ്പോൾ അഥവാ വന്നാൽ എടുത്ത് കുടിക്കാമല്ലോ. ഷുഗർ ഇപ്പോൾ ഇങ്ങനെ ചടപടേന്നും പറഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുക. നിലുവിൻ്റെ അമൃതം കുടിക്കലും പഴംപൊരി ഉണ്ടാക്കലും. പിന്നെ ഇപ്പോൾ ആലൻ വീട്ടിലില്ലാത്തതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ മിക്കപ്പോഴും പഞ്ചസാര, അപ്പവും പഞ്ചസാരയും അല്ലെങ്കിൽ കുറുക്കോ പാപ്പയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ടോസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും നമുക്ക് അതിൻ്റെ ആ എഗ്ഗ് മിൽക്ക് മിക്സിൻ്റെ അകത്ത് ഷുഗർ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ. കട്ടൻ ഒരു സൈഡിൽ റെഡിയായി. പഴംപൊരിയൊക്കെ വറുത്ത് കോരി മാറ്റിയിട്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മാവ് ഒരു വലിയ ദോശ പോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതെനിക്കും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് പകുതി പകുതി അങ്ങകത്താക്കും. തീ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചാൽ ഇതെല്ലാം പടപടാന്നും പറഞ്ഞാവും കേട്ടോ. നോക്കുകയും വേണം, ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും. എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പാനിൽ ഭയങ്കര എളുപ്പത്തിൽ ഇങ്ങനെ ആവും, പഴംപൊരി ആവും നമ്മൾ എണ്ണയിലിട്ട് കോരുന്നതിനേക്കാളും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കട്ടനും പഴംപൊരിയും മാവ് പൊരിച്ചതും ഒക്കെ കഴിച്ചു. എന്തൊക്കെയോ കാര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്മാർ ഏതോ മാച്ചിൻ്റെതോ എന്തോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഓടി ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും കോപ്പിറൈറ്റ് വീഴും. പഴംപൊരി മുഴുവനായിട്ട് അങ്ങോട്ട് ചവയ്ക്കാണ്ട് ഇറക്കിയോണ്ടാണോ എന്ന് അറിയത്തില്ല, നിലു ഒന്ന് ഛർദ്ദിച്ചു കേട്ടോ അത് മുഴുവൻ. അങ്ങനെ അത് മുഴുവൻ വാരി അവിടെ മുഴുവൻ വൃത്തിയാക്കി ലോഷൻ ഒഴിച്ച് തുടച്ചിട്ടൊക്കെയാണ് ഞങ്ങളിതേ കടപ്പുറത്തേക്ക് ഇറങ്ങിയത്. ഇവനെ ഇനിയിപ്പോൾ അധികം നേരം നിർത്താനും പറ്റില്ല, ഇരുട്ടുന്നതിന് മുമ്പ് അവന് തിരിച്ചു പോകണമല്ലോ. എന്നാലും കുറച്ച് നേരം നിന്ന് കളിക്കട്ടെ എന്ന് കരുതി ഞാൻ അവിടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി ചേച്ചി അയച്ച വോയിസ് മെസ്സേജിലൊക്കെ സമാധാനമായിട്ടൊന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൺസെറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ മോളീന്ന് ഒരാൾ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്, കൊച്ചുപ്പ. അപ്പുറത്തിരിക്കുന്ന ഇവിടുത്തെ സീനിയർ സിറ്റിസൺസ് ഒക്കെ ഇല്ലേ, ഈ ചീട്ടുകളിയിൽ തൊപ്പിയും കമ്മലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇത്തിരി പിള്ളേരങ്ങോട്ട് കടപ്പുറത്തോട്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ സിഗ്നൽ തരും കേട്ടോ. നിലു എടേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. നമ്മൾ ഫുള്ള് നിരീക്ഷണത്തിലാണ്, ആരും മിസ്സാവാണ്ടിരിക്കാനായിട്ട്. ഇവിടെ ഓരോരുത്തരെ വീതം ഡാരൽ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൺസെറ്റും ഇതിനിടയിൽ തന്നെ നടക്കുന്നുണ്ട്. ഞാനൊരു വീഡിയോയിൽ ഒരു വലിയ കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ടിരുന്നില്ലേ, ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടാത്തത് എനിക്കധികം വ്യൂസ് ഒന്നും വരാഞ്ഞിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് ഇല്ലാത്ത പോലെ തോന്നുന്നുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ആ കമൻറ്റ് വായിച്ചിട്ടാണ് ഷെബി ചേച്ചി മെസ്സേജസൊക്കെ അയച്ചത് കേട്ടോ. ഞാനത് മുഴുവൻ ഇരുന്ന് വായിച്ചു. അങ്ങനെ ചിന്തിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഷീ ഈസ് ഓൾവേസ് എ പേഴ്സൺ ഹൂ എനിക്കെന്തോ ഞങ്ങൾ തമ്മിൽ അധികം ഒരു പരിചയമില്ല, ഇങ്ങനെ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുള്ള പരിചയമല്ല, അതൊന്നുമില്ല. എന്തോ ഒരു ഓവർലുക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഒരു ഫീലാണ് എനിക്ക് ഷെബി ചേച്ചിയുടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
തിരിച്ച് വന്നപ്പോഴേക്ക് ദേഹത്ത് ഫുള്ള് മണ്ണായിരുന്നു. നമ്മൾ തട്ടിക്കളഞ്ഞാലൊന്നും ഈ കടമണ്ണ് പോകത്തില്ല. അതിങ്ങനെ തരിതരിയായിട്ട് നല്ല തരീനെക്കാളും തരിയായിട്ട് ദേഹത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അത് ഫുള്ള് പോകണമെങ്കിൽ കുളിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ രണ്ടുപേരെയും കൂടെ മേലൊക്കെ കഴുകി അകത്ത് കയറ്റി ഡാരലിനെ ഏൽപ്പിച്ചിട്ട് ഞാനും കുളിച്ചു. ഇനി ഇരുട്ടുന്നതിന് മുമ്പ് അവനെ ഞാനങ്ങ് പോകാൻ പറഞ്ഞു കേട്ടോ. നാളെ സ്കൂളിൽ പോകണം. പിന്നെ അതുമല്ല ഡെല്ലി അവിടെ നിന്ന് വിളിച്ചിരുന്നു. അവൾക്ക് സങ്കടമായി അവളുടെ അടുത്ത് പറയാതെ അവൻ ഒറ്റയ്ക്ക് ഇവിടം വരെ വന്നത്. അവളെ കൂട്ടിയില്ലല്ലോ. അപ്പോഴേക്ക് ആലനും വന്നു. അവൻ്റെ അങ്ങോട്ട് ഇറങ്ങി. കിങ് സ്കൂളിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ എമൗണ്ടിൽ ഞാനൊരു 15,000 രൂപയുടെ സൈക്കിൾ കുക്കു സാറിന് മേടിച്ചു കൊടുത്തായിരുന്നു. ലൈറ്റൊക്കെ കത്തുന്നത്. അത് കഴിഞ്ഞ ഒരു മാസമാണ് ആക്രിക്ക് എടുത്ത് കൊടുത്തത്. ഈ സൈക്കിൾ കണ്ടപ്പോൾ ഞാൻ ആ സൈക്കിളിനെ കുറിച്ചാണ് ഓർത്തു പോയത്. നീലുവിന് ചെറിയ ചൂട് തുടങ്ങി കേട്ടോ. അപ്പം ആലൻ എടുത്തിട്ട് അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ തുടങ്ങി ഇനി മരുന്നിന് കൊണ്ടുപോകണമെന്നൊക്കെ. കുക്കു അങ്ങ് പെട്ടെന്ന് വളർന്നു. ആ സൈക്കിൾ കുഞ്ഞു സൈക്കിളായിരുന്നു. അവൻ ചവിട്ടി ഞാൻ കണ്ട് എൻ്റെ കൊതി തീരുന്നതിന് മുമ്പ് അവനങ്ങ് വളർന്നു. ഇനിയിപ്പോൾ ഒരു വലിയ സൈക്കിൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ മീഡിയം പരുവത്തിലുള്ള ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൻ 5th ആകുമ്പോഴത്തേക്ക് എന്തായാലും സൈക്കിളിൽ പോകാൻ പറ്റുന്ന ഒരു സ്കൂളിലാണ് ഞാൻ അവനെ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ പള്ളിവക സ്കൂളിൽ, സെയിൻറ്റ് ജോൺസിൽ അവിടെ ചേർക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെ പഠിപ്പിച്ചവരാരും അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ. മാത്രമല്ല ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സിനെയൊക്കെ എനിക്കറിയാം. എന്തായാലും അതൊരു ഡിസിഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. ദാറ്റ് ഈസ് വാട്ട് ഐ തിങ്ക് നൗ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുന്താൻ തുടങ്ങും. ഡയറലിപ്പോൾ സൈക്കിൾ എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വാങ്ങിക്കുമ്പോഴത്തേക്ക് അവനൊരു 10-22 വയസ്സ് വരെ ചവിട്ടാൻ പറ്റുന്ന രീതിയിലൊരു സൈക്കിളേ മേടിക്കുന്നുള്ളൂ. മീഡിയം സൈസ് മേടിക്കുന്നില്ല. ആ ചെറിയ സൈസ് മേടിച്ചത് തന്നെ നമുക്ക് അധിക വർഷം യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മീഡിയം മേടിച്ചാൽ ടപ്പേന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും വലുതാവും. അപ്പോൾ ഇതേ പയർ അവിടെ വെന്ത് കഴിഞ്ഞു. ചോറ് ബാക്കി ഇരിപ്പുണ്ട് ഉച്ചയ്ക്കത്തെ കുറേ. അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് കഞ്ഞിയും പയറും ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കുക്കും ഞാനും അല്ലേ ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കുടിച്ചോളൂ. ബാക്കിയുള്ളൊരു ചോറും മീൻകറിയാണല്ലോ കഴിച്ചത്. അതുകൊണ്ട് ആയാലും രാത്രി കുഴപ്പമില്ല, കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട് കഴിച്ചോളും. മീൻകറി ഏകദേശം തീരാറായി. പിന്നെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് പയറുണ്ടാവുമല്ലോ. ഇത് വൻപയറല്ല, ചെറുപയറാണ് ഞാൻ എടുത്തത്. വൻപയർ തീർന്നു. അപ്പോൾ ഈ ചെറിയ പയറൊന്ന് ഉച്ചയ്ക്ക് ചെയ്ത പോലെ തന്നെ ഉള്ളിമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് വെജിറ്റബിൾ ഉണ്ടാക്കണ്ട. രാവിലെ കുറച്ച് എളുപ്പമായിരിക്കും. ചമ്മന്തി അരച്ച് തൈരോ മുട്ടയോ ഒക്കെ ആക്കിയാൽ മതി. പിന്നെ പൊരിക്കാനായിട്ട് മീനും ഉണ്ടല്ലോ. കഞ്ഞിയുടെ കൂടെ പൊരിക്കാനാണ് ഞാനിപ്പോൾ 2 മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത്. കഞ്ഞിയും മുട്ടയും പയറും പപ്പടവും അച്ചാറും ഒക്കെ ആക്കാനാണ് എൻ്റെ പ്ലാൻ. അമ്മ അവിടെ നിലുവായിട്ട് ഇതേ അപ്പുറത്തിരിപ്പുണ്ട്. ചില വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ചിലർ മെസ്സേജ് ചെയ്യും, അമ്മയടുത്ത് കുറച്ചുകൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൂടെയെന്ന്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10-22 വയസ്സ് വരെ വെറുതെ സോഫയിലിരുന്ന് സൺ മ്യൂസിക്കും കണ്ട് ഞണ്ണിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അമ്മ എന്നെ ഇരുത്തിയതുപോലെ ഇപ്പോൾ എനിക്ക് അമ്മേനെ ഇരുത്തണം എന്നുണ്ട്. നിലുവിനെ കയ്യിൽ കൊടുക്കുന്നതുകൊണ്ട് അതങ്ങോട്ട് പറ്റാറില്ല. എന്നാലും മാക്സിമം ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പാത്രം കഴുകാൻ, ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി ഒതുക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് രാവിലത്തെ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്തതിൻ്റെ 2 പീസ് അതിൻ്റെ ഡിഷിൻ്റെ അകത്തിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങ് കഴിച്ചു. എനിക്കിനിയിപ്പോൾ വലുതായിട്ട് ഭക്ഷണം വേണ്ട. 54 എൻ്റെ വെയിറ്റ് റീസെൻ്റായിട്ട് നോക്കിയപ്പോൾ 56 എത്തിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയുടെയൊക്കെ ഒരു ബാക്കി പത്രമാണ് അത്. അപ്പോൾ ഇനി തിരിച്ചത് റിവേഴ്സിലൊരു 54 കൊണ്ട് എനിക്ക് എത്തിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അത്യാവശ്യം ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞാൻ മീൽസ് സ്കിപ്പ് ചെയ്യും. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് വരുന്നത് ഒഴിവാക്കിയിട്ട് വൈകുന്നേരം എന്നിട്ട് ഒരു പറ ചോറ് കഴിക്കും. അതതിനേക്കാളും വിറ്റ്. എന്നാൽ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും ഞാൻ ആ 2 പീസ് ബ്രെഡ് കഴിച്ചിട്ട് വയർ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടിരിക്കുക. പിന്നെ പഴംപൊരിയുടെ കൂടെ മൈദയും പഞ്ചസാരയൊക്കെ ചേർന്ന് മാവ് ഒരു ലോഡ് തട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വിശപ്പില്ല, അതാണ് സത്യം. വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ടല്ലോ. എന്നാലും ഇനിയിപ്പോൾ 2 പിടി ചോറ് കഴിക്കണമെന്നോ 2 സ്പൂൺ കഞ്ഞി കഴിക്കണമെന്നുള്ള തോന്നൽ ഞാനങ്ങ് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് പയർ ഉലർത്തിയെടുക്കാം. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ്. എണ്ണ ഒഴിക്കുക. കടുകില്ലാത്തത് കൊണ്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടെ സിസേഴ്സ് വെച്ച് ഫൈനായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞ സവാള. എന്തായാലും രാവിലെയും പയറുപ്പേരി, വൈകിട്ടും പയറുപ്പേരി. അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ഒരു ഓംലെറ്റും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ 2 മുട്ട ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. കുക്കുവിന് കൊടുക്കാനായിട്ട് ആദ്യത്തേത് പച്ചമുളക് വീഴാതെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേൽ പച്ചമുളകൊക്കെ ചേർത്ത് ആകാനുള്ളതാക്കി എടുക്കാം. അപ്പുറത്തെ സവാളയിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും രാവിലത്തെ അതേ കൂട്ട് തന്നെ ഇത്തിരി കളറിന് വേണ്ടി ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് വീണ്ടും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പയർ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പയർ എപ്പോഴും എനിക്ക് ആഗ്രഹം പയർ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ വിട്ടിരിക്കണം. അത് ലില്ലിയംച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അധികം വെന്ത് പോകത്തില്ല. നല്ല ഇങ്ങനെ എടുത്തിടുമ്പോൾ ഇങ്ങനെ പടപടപടാ ഒന്ന് വീഴും. അങ്ങനെ ഇരിക്കണം. ഇത് വെന്തിട്ടുമുണ്ട്. ഞാൻ എടുത്ത് ചവച്ച് നോക്കിയപ്പോൾ വെന്തു. പക്ഷെ അങ്ങനെ കുഴഞ്ഞില്ല. കഞ്ഞിക്ക് കുഴഞ്ഞിരിക്കുന്നതാണ് നല്ലതെങ്കിലും നാളെ ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ കൊടുത്തു വിടാനുള്ളതല്ലേ. ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തികയുമെന്നാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നാളത്തേക്കും നാളെ രാത്രിത്തേക്കും ഒക്കെ കരുതിയിട്ടാണ്. ഇവിടെ കുറച്ച് തോനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്
മിനിമം ഒരു 2 ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ എടുക്കണം എന്നുള്ള എൻ്റെ പ്ലാനിങ് പ്രകാരമായിരിക്കും. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മരുമോനും അമ്മായിയപ്പനും കൂടെ നെലൂനെയും കൊണ്ട് ഡോക്ടറുടെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. അവിടെ കൊണ്ടുപോയി കാണിച്ചു. പനി ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക്. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ അവിടെ തന്നെ ഛർദ്ദിച്ചു വന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞിട്ട് അവനൊരു തരത്തിൽ കേൾക്കത്തില്ല. മരുന്ന് ഞാൻ എങ്ങനെയൊക്കെയോ കുടിപ്പിച്ചു. പക്ഷേ ഈ ഒരു തവണയല്ലാതെ അവൻ ഈ മരുന്ന് കുടിച്ചിട്ടില്ല. തുപ്പിയും ഛർദ്ദിച്ചും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഈ ആയുർവേദിക് മെഡിസിൻ ആയതുകൊണ്ട് അവന് പറ്റാഞ്ഞിട്ടായിരിക്കും. പിന്നെ ഇത് ഞാൻ തേൻ ചേർത്ത് കൊടുത്താണ് കേട്ടോ രക്ഷപ്പെട്ടത്. പിന്നെ ഇത്തിരി ഗുളിക കഴിപ്പിക്കാനുള്ള പാടാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാ വീഡിയോസിലൊന്നും കാണാൻ കിട്ടാത്ത സാധനമാണ് ഈ സൈഡിലിരിക്കുന്നത്. എൻ്റെ അപ്പൻ അവനെ മരുന്ന് കഴിപ്പിച്ച് ഞാൻ അവനെ തുടച്ചെടുത്തു. ചൂടുവെള്ളത്തിൽ അവൻ്റെ തന്നെ ഒരു ടീഷർട്ട് മുക്കിയിട്ടാണ് കേട്ടോ തുടച്ചെടുത്തത്. പാമ്പേഴ്സ് ഇട്ട് കൊടുത്തതിൻ്റെ ഇറിറ്റേഷനാണ് അവനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്ത് ഇടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവനതിങ്ങനെ പിടിച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അവനെന്തോ ഒരു ഇഷ്ടക്കേട് പോലെയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ 2-3 സുസുവൊക്കെ ആയി കഴിയുമ്പോൾ ഇയാളിപ്പോൾ വലുതായില്ലേ, സുസു ഇത്തിരി കൂടുതലായിരിക്കും. അതങ്ങ് ഭയങ്കരമായിട്ട് അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവന് ഇഷ്ടമല്ല, അതിനിട്ട് പിച്ചിക്കൊണ്ടിരിക്കുക ദൂരി കളയാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ചോറ് മിക്സിയിൽ അടിച്ച് ഇത്തിരി ഉപ്പുമായിട്ട് എടുത്തു അവന് കഞ്ഞി കൊടുക്കാനായിട്ട്. ഈ സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു സമരം അങ്ങോട്ട് പ്രഖ്യാപിച്ചു കേട്ടോ. ഞാൻ കഞ്ഞി കുടിക്കത്തില്ല, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഞ്ഞിയും ബ്രെഡുമാണ് കഴിക്കുന്നത്, എനിക്ക് ബിരിയാണി വേണം. ഇന്നലെ എങ്ങാണ്ട് എൻ്റെ അടുത്ത് ബിരിയാണി വേണമെന്ന് ഇവൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പേൻ്റെ അടുത്ത് പറയാം ചിക്കൻ മേടിപ്പിക്കാം, മേടിച്ച് കഴിഞ്ഞിട്ട് മമ്മ നാളെ ബിരിയാണി ഉണ്ടാക്കി തരാം. ആ പറഞ്ഞ നാളെയാണല്ലോ, ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയില്ലല്ലോ. അങ്ങനെ വെള്ളം പോലും കുടിക്കത്തില്ല എന്നുള്ള തലത്തിലേക്ക് അവൻ്റെ സമരം നീണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. മറ്റേ ആൾക്ക് അധികം ഒന്നും കൊടുത്തിട്ടില്ല. അവനൊരു കൊതിക്ക് വന്നിരുന്നതുകൊണ്ട് ഒരു 2-3 വറ്റ് കൊടുത്തു. കുക്കു സാറിന് ഞാൻ ബിരിയാണി അങ്ങ് കൊടുത്തു. ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ, അല്ലെങ്കിൽ ഈ കഞ്ഞിയും ചോറും എല്ലാം പിന്നെ ആര് കഴിക്കാനാണ്, മുട്ടയും ഒക്കെ ആക്കി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതിലുപരി താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.